ഒരു ദിവസം വൈകുന്നേരം ഒരമ്മയും ഒരു 5 വയസ്സുള്ള കുട്ടിയും കൂടെ ടൗണിൽ കൂടി ഇങ്ങനെ നടക്കുക. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് തൊട്ടപ്പുറത്തൊരു ഐസ്ക്രീം കട. കുട്ടിക്കപ്പോൾ ഐസ്ക്രീം വേണം. അമ്മ പറഞ്ഞു പറ്റത്തില്ല, കാരണം നീ ഇന്നലെ ഐസ്ക്രീം കഴിച്ചതാണ്, ഇന്ന് നിനക്കിനി ഐസ്ക്രീം ഇല്ല, നിനക്ക് തരത്തില്ല. അപ്പോഴത്തേക്കും കുഞ്ഞെന്താ, കുഞ്ഞ് കിടന്ന് ബഹളം വെച്ചു, ഒച്ചത്തിൽ കിടന്ന് കാറി. അപ്പോഴത്തേക്കും അവിടെ തൊട്ടടുത്തുള്ള ആൾക്കാരെല്ലാവരും നോക്കാൻ വേണ്ടി തുടങ്ങി, ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങി. ഇത് കണ്ടപ്പോഴേക്കും കുഞ്ഞ് കുറച്ചും കൂടെ എക്സൈറ്റ്മെൻറ്റ് കൂടി. കുഞ്ഞ് അപ്പോഴത്തേക്കും നിലത്ത് കിടന്ന് കാല് രണ്ടും കൂടെ കൂട്ടിയിടിച്ച് ബഹളം വെച്ച് വാശി കാണിച്ച്, ഭയങ്കര വാശി, ശരിയായ വാശി കാണിക്കാൻ വേണ്ടി തുടങ്ങി കുട്ടി. അമ്മ വാങ്ങിച്ചു തരത്തില്ല എന്നുള്ള ഒറ്റ വാക്കിൽ നിൽക്കുകയും ചെയ്യുക. ഒരു 2-3 മിനിറ്റ് കുട്ടി കിടന്ന് കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് തന്നെ മനസ്സിലായി, ഇല്ല, ഞാൻ എത്ര കരഞ്ഞിട്ടുണ്ടെങ്കിലും കാര്യമില്ല, അമ്മ എനിക്ക് വാങ്ങിച്ചു തരത്തില്ല. അപ്പോൾ കുട്ടി മെല്ലെ അവിടെ എണീറ്റു. ആ കുട്ടീൻ്റെ അമ്മേൻ്റെ കൈ കുട്ടി പിടിച്ച് അവർ പിന്നെ നടക്കാൻ വേണ്ടി തുടങ്ങി. ഇതിനെയാണ് നമ്മൾ ടാൻട്രം എന്ന് പറയുന്നത്. ഈ ഒരു ബിഹേവിയർ, ഈ ഒരു പ്രകടനം കുട്ടി കാണിച്ചല്ലോ, ആ ഒരു പ്രകടനത്തിനെയാണ് നമ്മൾ ടാൻട്രം എന്ന് പറയുന്നത്. കാരണം കുഞ്ഞിൻ്റെ കയ്യിൽ കൺട്രോളുണ്ട്, പക്ഷേ എനിക്കത് വേണം, എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ, ഞാനത് ചെയ്യും എന്നുള്ളൊരു വാശി, ഒരു സ്റ്റബ്ബേൺനെസ് കാണിക്കുന്നതാണ് ടാൻട്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടുതലും മാതാപിതാക്കളുമായിട്ട് കുട്ടികൾ പുറത്തു പോകുമ്പോഴാണ് കാണിക്കാറുള്ളത്. കാരണം പുറത്തു പോകുമ്പോൾ മറ്റുള്ള ആൾക്കാർ കാണും, ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടും, എനിക്കത് സാധിച്ചു തരും, എൻ്റെ വീട്ടുകാർ എനിക്കത് സാധിച്ചു തരും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിങ് കുട്ടികൾക്കുള്ളതുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ടാൻട്രം എന്ന് പറയുന്നത്. ഇതേ അമ്മയും കുട്ടിയും, നേരത്തെ നമ്മൾ പറഞ്ഞ കഥയിലെ അമ്മയും കുട്ടിയും രാത്രിയിൽ TV കണ്ടുകൊണ്ടിരിക്കുക. കറക്റ്റ് 9 മണിയാകുമ്പം ആ TV ഓഫാകും. അത് കുട്ടിക്ക് അറിയുകയും ചെയ്യാം, 9 മണിയാകുമ്പം TV ഓഫാക്കും എന്നുള്ളത്. ഒരു 8:30 ആയപ്പോഴേക്കും കുട്ടി വല്ലാണ്ട് കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി, എന്തെന്നില്ലാണ്ട് കിടന്ന് കരയാൻ തുടങ്ങി, വല്ലാണ്ട് ഒച്ചത്തിൽ കിടന്ന് കരയാൻ തുടങ്ങി. കുട്ടിക്ക് ഭയങ്കര വിഷമം. കുട്ടി എന്ത് കാരണത്തിലാണ് കരയുന്നതെന്ന് ഈ കുട്ടിക്കും അറിയില്ല, അതേപോലെ തന്നെ അമ്മയ്ക്കും അറിയില്ല. ഈ കുട്ടീൻ്റെ കൺട്രോളിലല്ല ആ കരച്ചിലൊന്നും. അതേപോലെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ തട്ടി നീക്കി വെക്കുന്നു. അതേപോലെ തന്നെ ഓവർ ബ്രീത്തിങ്, വല്ലാണ്ട് ബ്രീത്തിങ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ കുട്ടീൻ്റെ മുഖത്തോട്ട് നോക്കാൻ നമുക്ക് ടെൻഷനും പരിഭ്രാന്തിയും പേടിയും ഒക്കെ നമുക്ക് കാണാനും പറ്റും. അപ്പം നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ മെല്ലെ ആ ലൈറ്റുകളൊക്കെ മെല്ലെ ഓഫാക്കാൻ തുടങ്ങുക. അതേപോലെ തന്നെ സൗണ്ടുകൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആ സൗണ്ടുകളൊക്കെ കുറയ്ക്കുക. അന്നേരം കുട്ടീൻ്റെ അടുത്ത്, കുട്ടീനെ സ്പർശിച്ചല്ല, കുട്ടീൻ്റെ കുറച്ച് നമ്മൾ കാണുന്ന ഏരിയയിൽ കുട്ടീൻ്റെ അടുത്തായിട്ടിരിക്കുക. അന്നേരം കുട്ടീനോട് പറയുക, കുഴപ്പമില്ല മോനെ, പേടിക്കണ്ട, അമ്മയുണ്ട് മോൻ്റെ അടുത്ത് എന്ന് നമ്മൾ സോഫ്റ്റായിട്ട് പറയുക. കാരണം അവിടെ നമ്മൾ ഒരു കാരണവശാലും ഒച്ചത്തിൽ സംസാരിക്കാൻ വേണ്ടി പാടില്ല. കാരണം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ടാൻട്രം അല്ല, ഇതൊരു മെൽഡൗൺ ആണ്. മെൽഡൗൺ എന്നത് നമ്മുടെ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് എന്നൊക്കെ പറയാം. ബ്രെയിൻ ഓവർലോഡ് ആവുന്നതാണ് ഈ മെൽഡൗൺ എന്ന് പറയുന്നത്. മെൽഡൗൺ വരുന്ന സമയത്ത് ഒരു കാരണവശാലും അത് കുട്ടി ബിഹേവിയർ കാണിക്കുന്നതല്ല എന്ന് വെച്ച് നമ്മൾ അവനെ അടിക്കാനോ അതേപോലെ തന്നെ ശാസിക്കാനോ പാടില്ല. അപ്പം കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. ആ സമയത്ത് നമ്മൾ കുട്ടികളെ ശാന്തമാക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരു ടാൻട്രം എന്നുള്ളത് ഐ ഹാവ് കൺട്രോൾ, എൻ്റെ കയ്യിൽ കൺട്രോളുണ്ട്, എനിക്കറിയാം എപ്പോൾ നിർത്തണം എപ്പോൾ തുടങ്ങണം എന്നുള്ളത് എനിക്കറിയാം. നേരെ മറിച്ച് മെൽഡൗൺ ആണെങ്കിൽ ഐ ഡോണ്ട് ഹാവ് കൺട്രോൾ, ആ കൺട്രോൾ എൻ്റെ കയ്യിലല്ല. ആ അമ്മയ്ക്ക് എന്താണ് അന്ന് രാത്രി മനസ്സിലായത്? ആ അമ്മയ്ക്ക് മനസ്സിലായത് ആ കുട്ടി അത് ബിഹേവിയർ കാണിച്ചതല്ല, ആ കുട്ടി സ്ട്രഗിൾ ചെയ്യുകയാണ്. ഇതിൽ നിന്ന് ഞാനെങ്ങനെ ഓവർകം ചെയ്ത് വരും എന്നുള്ളതിനെക്കുറിച്ച് സ്ട്രഗിൾ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഈ കുട്ടികളുടെ ഡിഫറൻസ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ആ കുട്ടികളുടെ ബിഹേവിയർ മാത്രമല്ല കൺട്രോൾ ചെയ്യുന്നത്, നമുക്ക് ആ കുട്ടിയായിട്ട് പുതിയൊരു കണക്ഷനും കൂടെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ എപ്പോഴെങ്കിലും വാശിയോ അല്ലെങ്കിൽ മെൽഡൗണോ കാണിക്കുമ്പം ആദ്യം ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ആലോചിക്കുക, എന്നിട്ട് തീരുമാനമെടുക്കുക. സന്മനസ്സോടെ സമത്വത്തിൽ നിന്ന്. താങ്ക് യു.